അങ്ങനെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ കണ്ട പോലെ നമ്മൾ ആ വീട് പിന്നെയും പോയി കണ്ടു. അങ്ങനെ എല്ലാവരെയും ആൻറ്റി അങ്കിളിനെയൊക്കെ കൊണ്ടുപോയി കാണിച്ചു. അങ്ങനെ നമുക്ക് പിന്നെ നമ്മുടെ മറ്റേ വേറെ ഫാമിലിയോടൊക്കെ ചോദിച്ചു. എല്ലാവർക്കും ഫോട്ടോയും വീഡിയോ ഒക്കെ അയച്ചു കൊടുത്ത് അങ്ങനെ എല്ലാവരുടെയും ഒരു അപ്രൂവൽ കിട്ടി. നമ്മൾ ഇൻസ്പെക്ഷനൊക്കെ ചെയ്തു, ഇൻസ്പെക്ഷനൊക്കെ പാസ്സായി. അപ്പോൾ നമ്മൾ ആ വീട് തന്നെ എടുക്കാമെന്ന് കരുതി. അങ്ങനെ ഇന്ന് നമുക്ക് ഇതിൻ്റെ പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് നമ്മൾ സറിയിൽ വന്നതാണ്. അപ്പോൾ രാവിലെ അവിടെ പോയി ഒക്കെ ചെയ്തു. അപ്പോൾ അവരൊരു 2-3 hours കഴിഞ്ഞിട്ട് നമ്മളോട് തിരിച്ച് വരാൻ പറഞ്ഞു. ബാക്കി സൈൻ ചെയ്യാനും പിന്നെ ഒരു വീട് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കുറേ ഫോർമാലിറ്റീസ് ഉണ്ടല്ലോ, അതെല്ലാം ഒന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല. അപ്പോൾ എന്തായാലും ഈ പേപ്പറിൽ സൈൻ ചെയ്യലും കാര്യങ്ങളും അതും ഇതുമൊക്കെ ആയിട്ടുള്ള പരിപാടികളായിരുന്നു. അപ്പോൾ നമുക്ക് 2-3 hours നമ്മൾ ആബർട്ട്സ്ഫോർഡിൽ നിന്നല്ലേ വന്നത്. അപ്പോൾ 2-3 hours നമുക്ക് എന്തായാലും ഇവിടെ സ്പെൻഡ് ചെയ്യണം. കാരണം നമ്മൾ ഇനിയിപ്പോൾ തിരിച്ചു പോയിട്ട് വരുന്നില്ല, നമുക്ക് വീട്ടിലോട്ടൊന്ന് പോകണം, പുതിയ വീട്ടിലോട്ടൊന്ന് പോകണം എന്നൊക്കെ ഉള്ളൊരിതിൽ നമ്മൾ തന്തൂരി ഫ്ലെയിമാണോ ഗ്രില്ലാണോ എന്ന് ഓർമ്മയില്ല, ഇവിടെ ലഞ്ചും ഡിന്നറും എല്ലാം ബുഫയാണ്. അപ്പോൾ ഓർത്തു അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് 2-3 hours ഒക്കെ അങ്ങനെ സ്പെൻഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ അവിടെ വന്നു. നേരത്തെ ഒരു പ്രാവശ്യം നമ്മളവിടെ വന്നിരുന്നു. അങ്ങനെ അവിടെ നമ്മൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് 1-2 മണിക്കൂർ അവിടെ ഇരുന്ന് പറഞ്ഞ പോലെ തന്നെ എന്നിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും നോട്ടറിയിൽ വന്നു. ഇവിടെ വന്നിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ സമയത്ത് നമ്മളിവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ മൊമെൻ്റ് ആണല്ലോ ഇത്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് ക്യാപ്ചർ ചെയ്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തമ്മിലിങ്ങനെ വർത്താനമൊക്കെ പറയുകയൊക്കെ ചെയ്തിങ്ങനെ ഇരുന്നു. ഇറക്കങ്ങൾ പിന്നെ ആദ്യം തൊട്ട് അവസാനം വരെ ആൻറ്റി അതെ കേട്ടോ എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു. ഓരോ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്തു തരാനും എടുക്കാനും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമുക്ക് അവിടെ അത് ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇനി വീട്ടിലോട്ട് പോകാം കേട്ടോ. വീട്ടിലോട്ടെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ പുതിയ വീട്. ഇവിടെ ഈ കാണുന്ന കേട്ടോ നമ്മുടെ വീട്, ഇതാണ് നമ്മുടെ വീട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടത്തേക്ക് വേണ്ടുന്ന നമ്മുടെ ചെയേഴ്സ്, ബെഡ്, അങ്ങനെ അകത്തേക്ക് വേണ്ടുന്ന ടേബിളും അങ്ങനെയൊക്കെ ഉള്ള എല്ലാ സാധനങ്ങളും ഓൺലൈൻ ഓർഡർ ചെയ്യുമായിരുന്നു. പല വെബ്സൈറ്റിലൊക്കെ പോയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടും പിന്നെ ബ്രിക്സിൽ നിന്ന് ഇവിടെ തന്നെ ഉള്ള ഫർണിച്ചർ ഷോപ്പിൽ നിന്നൊക്കെ ആയാലും എല്ലാം ഓൺലൈൻ ഓർഡർ ചെയ്ത് വരുത്തുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ അഡ്രസ്സ് ഇങ്ങോട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ഈ ആഴ്ച വരെ നല്ല കാര്യത്ത്, പക്ഷേ ഓൾറെഡി നമുക്ക് 2-3 സാധനങ്ങളൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. നമ്മുടെ ബാർ സ്റ്റൂളും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്തായാലും തലേന്നൊന്ന് ഫിക്സ് ചെയ്തിടാം. അതുകൊണ്ട് അതിനുശേഷം നമ്മൾ ആ ഏരിയയിൽ അകത്ത് തന്നെ എല്ലാം ഒന്ന് പോയി കണ്ട് എത്ര വീടുകളൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കി. നമ്മളിനി സ്ഥിരമായിട്ട് താമസിക്കാൻ പോകുന്ന ഒരിടമല്ലേ, കാർ പാർക്കിങ്ങിൽ എന്തൊക്കെ വെക്കാൻ പറ്റുമെന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് നമ്മൾ അതുവഴി വന്നപ്പോൾ ഒരു വീടിൻ്റെ പാർക്കിംഗ് ഓപ്പൺ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം നമുക്ക് സ്ഥലമൊക്കെ ഒന്ന് നമ്മൾ നോക്കി ഒന്നും കൂടെ കൊണ്ടുവന്നാൽ നമ്മുടെ ഫ്രീസർ താഴെ വെക്കാൻ പറ്റുമോ, പിന്നെ ബാക്കി എക്സ്ട്രാ വരുന്ന സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസും പിന്നെ നമ്മുടെ 2 കാർ ഓടിയും വേണമല്ലോ, ഇതൊക്കെ ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കുമായിരുന്നു. അതിനുശേഷം തിരിച്ച് നമ്മൾ വീണ്ടും ഫ്രണ്ടിൽ തന്നെ വന്നു. അപ്പോൾ ഈ ഇരിക്കുന്ന 2 സാധനങ്ങൾ വന്നിരിക്കുന്നത് നമുക്ക് അകത്തോട്ട് കയറ്റി വെക്കാൻ ഒക്കത്തില്ല, നെയ്ബേഴ്സിനെ ഒന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ കുറച്ച് അങ്ങോട്ട് നീക്കി പ്രഷേട്ടിന് അതെല്ലാം ഒതുക്കി അവിടെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്തായാലും നല്ല അയൽവക്കക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണെന്ന് പറയുമല്ലോ, അതേപോലെ നെക്സ്റ്റ് ഡേ നമ്മൾ വന്നപ്പോഴത്തേക്കും അപ്പുറത്തെ തൊട്ടടുത്ത യൂണിറ്റിലുള്ള ആള് നമ്മുടെ ഇതെല്ലാം അവരുടെ വീട്ടിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ഒരു നല്ല കാര്യമായിട്ട് തോന്നി. കാരണം അതുകൊണ്ട് നമുക്ക് ഒന്നും ആരും എടുത്തുകൊണ്ട് പോകുന്നുള്ള പേടി വേണ്ട. നമുക്ക് ആരും പരിചയമില്ലാത്തതുകൊണ്ട് ആരെയും വിളിച്ചിട്ട് ഇതൊന്ന് വെക്കാമോ എന്ന് ചോദിക്കാനും പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ പിന്നെ അത് അവിടെ തന്നെ ലീവ് ചെയ്തിട്ട് പോരുന്നു. ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് വശമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 1 മിനിറ്റ് ഇല്ല, 1 മിനിറ്റ് എടുക്കത്തില്ല, അതാ ഇത്രയും സമയം, ഒരു 30-40 സെക്കൻഡ്സിൽ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാം ഈ പീസ് ആർച്ച് പാർക്കിലോട്ട്. ഇവിടെ ഭയങ്കര, ഞങ്ങളത് ഈ പുറകുവശം ഇങ്ങനെയാണെന്ന് നേരത്തെ കണ്ടിട്ടില്ലായിരുന്നു. ആദ്യം വീട് വാങ്ങിക്കാൻ വന്ന സമയത്തൊന്നും കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ ഒരു ദിവസം ഇതുവഴി ഡ്രൈവ് ചെയ്ത് പോയപ്പോഴാണ് ഇങ്ങനെ കണ്ടത് കേട്ടോ. പതിവായിട്ട് രാവിലെ നടക്കാൻ പോകാനും ഒക്കെ പറ്റിയൊരു സ്ഥലം, നല്ലൊരു പാർക്ക്. ഇവിടെ നമ്മൾ നേരത്തെ വന്നിട്ടുണ്ട്. അച്ഛനെയും അമ്മയൊക്കെ നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേനും ഞങ്ങൾ അവരെയും കൊണ്ട് ഇവിടെ കാണാനും ഈ സ്ഥലം കാണാൻ, കാരണം അമേരിക്ക-കാനഡ ബോർഡറല്ലേ. പിന്നെ ആ കാണുന്ന കണ്ടില്ലേ പൂക്കൾ കണ്ടിട്ട് എനിക്കൊന്നും പറയാനില്ല, എന്ത് രസമായിട്ടല്ല നിൽക്കുന്നത്. നോക്ക്, നമ്മളൊക്കെ നട്ടുപിടിപ്പിച്ച നാട്ടിൽ ഇതുപോലൊക്കെ ഇത്ര ഭംഗിയിൽ നിൽക്കുമൊന്നും നിൽക്കാറില്ല. അപ്പോൾ ഇതാണ് കാനഡയുടെ അതിർത്തിക്കല്ല നാട്ടിലെ പോലെ. അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡിൽ ബ്ലാക്ക് ഒരു ബെൽറ്റ് ഇങ്ങനെ കിട്ടിയേക്കുന്നില്ല, അതിൻ്റെ അപ്പുറത്ത് അമേരിക്കയാണ്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ സാധാരണ ഇവിടെ ഉള്ളവർ എന്തോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡയിലുള്ള ഫാമിലീസ് ഇവിടെ വന്നിട്ട്, നിങ്ങൾ കുറച്ച് മുന്നേ കണ്ടുകാണ് അവരവിടെ ഇരിക്കുന്നത്, അവരവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് ഫാമിലീസൊക്കെ അമേരിക്കക്കാർ അപ്പുറത്തും വരും, എന്നിട്ട് അങ്ങനെ ഇരുന്നിട്ട് അവരിങ്ങനെ എന്താ പറയുക ഫാമിലി ടൈമൊക്കെ കണ്ടില്ലേ അവിടെ കുറച്ച് പേര് ഇരിക്കുന്നത്, എൻജോയ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പെർമിഷൻ ഇല്ല, അതുകൊണ്ട് നമ്മൾ കയറത്തില്ല. ഇവിടെ മുഴുവനും പോലീസുകാരാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് അലൗഡ് അല്ല. പിന്നെ ഇത് കാനഡ, നമ്മുടെ ഈ സൈഡിലെ
ഈ പാർക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഈ കുളത്തിലുണ്ടല്ലോ ഞാൻ ആമ്പൽപ്പൂക്കളൊക്കെ കണ്ടു. അത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഇനിയിപ്പം അങ്കിളിനെ കൊണ്ട് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്ത് ഇവിടെയൊക്കെ ഒന്ന് നടക്കാം, എന്നിട്ട് പോകാമെന്ന് പറഞ്ഞു ഞാൻ. കാരണം ഇതിൻ്റെ പുറകെ ഓട്ടം തന്നെ ഓട്ടമായിരുന്നു. ഈ പേപ്പർ വർക്ക്സ് ഇന്നത്തെയൊക്കെ കഴിഞ്ഞപ്പം ഭയങ്കര ഒരു റിലാക്സ്ഡ് ആണ് ഞങ്ങൾ. പിന്നെ പോയിട്ട് ഇനിയിപ്പം വീട്ടിലെ മൂവിങ്ങിൻ്റെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ ആൽബർട്ട്സ് റോഡിൽ നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിലെ ക്ലീനിങ്ങും പാക്കിങ്ങും ഒക്കെ പകുതി വഴി കിടക്കുകയാണ്. അതെല്ലാം പോയി ചെയ്യണം. ഇനി അധികം സമയമില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്കിവിടെ നിന്നും തിരിച്ചു പോയി വേണം ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ. ഞാൻ ഇട്ടേക്കുന്ന ടോപ്പില്ലേ, ഇതിൻ്റെ വേറെ 2 കളറും കൂടെ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഈ വൈറ്റും ഈ ബ്ലൂ ജീൻസും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് ഇടുമ്പോഴെന്ന് എനിക്ക് തോന്നാറുണ്ട്. നല്ലൊരു കോമ്പിനേഷനായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മറ്റുള്ള ടോപ്പുകളെക്കാട്ടിലും എനിക്ക് ഇതാട്ടോ കൂടുതൽ ഇഷ്ടം. പിന്നെ ഇവിടുത്തെ ഈ റെഡ് പൂക്കളില്ലേ, ഇതിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 1 മന്ത് മുന്നേ വന്നപ്പോഴും ഇത് ഇതുപോലെ തന്നെ ഉണ്ട്. ഈ പൂക്കളൊന്നും വാടാറുമില്ല. ഇന്ന് ഇങ്ങോട്ട് വിരിഞ്ഞ പോലെയാണ് എല്ലാ പൂക്കളും നിൽക്കുന്നത്. നമ്മളൊക്കെ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വല്ല നിൽക്കലുണ്ടോ? എന്തായാലും നല്ല എന്തൊക്കെയോ വളങ്ങളൊക്കെ അവർ ചെയ്യുന്നതെന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു ഏരിയയിൽ വന്നപ്പോൾ അങ്കിൾ കൂടെ ഉള്ള കാരണം ഞങ്ങൾക്ക് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുപ്പിക്കാൻ പറ്റി. പാവം എന്താ പറഞ്ഞാലും അതുപോലെ ചെയ്തു തരും. അങ്ങനെ അങ്കിളിനെയും കൊണ്ട് കുറേ ഫോട്ടോസും ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടിയിട്ടുള്ളതും ഒക്കെ എടുത്തു. പക്ഷേ എൻ്റെ ഇടയ്ക്കിടയ്ക്ക് അങ്കിളിങ്ങനെ റിമൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു, നമുക്ക് പോകണം, ചെന്നിട്ട് ഇനിയും പാക്കിങ്ങും കാര്യങ്ങളും. കാരണം നമുക്ക് സമയമില്ല. നമ്മൾ ലാസ്റ്റ് മൊമെൻ്റാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ശരിയായി വന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ വീട്ടിൽ നിന്ന് ഇനിയിപ്പം എല്ലാം മാറി നെക്സ്റ്റ് ഡേ പുതിയ ആൾക്കാർ താമസത്തിന് വരുന്നുണ്ട്. നമ്മുടെ പാലുകാച്ചിൻ്റെ അന്ന് തന്നെയാണ് അവരും അവിടെ പുതിയതായിട്ട് താമസിക്കാൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കെല്ലാം റെഡിയാക്കി കംപ്ലീറ്റ് ഒരു കംപ്ലയിൻസും കേൾക്കാത്ത പോലെ എല്ലാം റെഡിയാക്കി കൊടുക്കണം. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇനിയും പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ പീസ് ആർച്ച് പാർക്കിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മളിനിയും വീട്ടിലോട്ട് പോകുന്നത് ഈ ബോർഡറിൻ്റെ അടുത്തൂടെ കേട്ടോ. തൊട്ടിപ്പുറത്ത് ഈ ബോർഡർ വഴിയാണ്. അപ്പോൾ ഇതാണ് കാനഡ അമേരിക്ക ബോർഡറാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കൂടെയാണ് തിരിച്ച് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. മറ്റേ വന്ന വഴി കൂടെയും പോകാം. പക്ഷെ നമുക്ക് പുതിയ റോഡുകളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് ബാക്ക് സൈഡിലെന്നൊക്കെ ഒന്ന് കാണണമല്ലോ. അങ്ങനെ ഇനിയിപ്പോൾ എൻ്റെ ടെൻഷൻ മുഴുവനും ഇനി അതെല്ലാം പോയിട്ട് ഫുൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കളയാനുള്ളതൊക്കെ നമ്മളെല്ലാം കൊണ്ടുപോയി കളഞ്ഞു. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ പിന്നെ ഇങ്ങനെ ഫാം ഏരിയയിൽ കൂടെ ഒക്കെ ആട്ടോ നമ്മൾ വന്നേ. അപ്പോൾ അവിടെ ഈ എക്ഷാക്ക് എന്ന് പറഞ്ഞൊരു ഷോപ്പ് കണ്ടു. അപ്പം എന്താണെന്നൊന്നും അറിയാൻ കയറിയത്. ആ മുട്ട വാങ്ങണമെന്നും ആൻറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കയറിയപ്പം ഇവിടെ ആരുമില്ല. ഇങ്ങനെ ഫ്രിഡ്ജിൽ മുട്ടകൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ വിലയല്ല അവിടെ ആ വൈറ്റ് സ്റ്റിക്കറിൽ ഇങ്ങനെ ലേബൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏതാണോ ആവശ്യമുള്ളത് അതെടുക്കാം. അപ്പോൾ കുറേ നേരം അവിടെ നിന്നിട്ട് ഈ ചുമന്ന മുട്ട മതി എന്ന് പറഞ്ഞായിരുന്നു ആൻറ്റി. അപ്പോൾ അത് കാരണം അത് നമ്മൾ എടുത്തിട്ട് നല്ല വലിയ മുട്ടയാട്ടോ. ഇവിടെ വീടുകളിൽ നിന്ന് ഇവരിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് വിൽക്കുന്നതാണ്. തൊട്ടപ്പുറത്തെ വീടുണ്ട്, ആ വീട്ടിലെ അത് ഇവരിവിടെ കൊണ്ടുവന്ന് വെച്ച് വിൽക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു കേസ് മുട്ട എടുത്തു. എന്നിട്ട് നമുക്കിങ്ങനെയാണ് പേ ചെയ്യുന്നത്, കണ്ടില്ലേ. ഇനി നമുക്ക് പേരുമൊക്കെ കൊടുത്തിട്ട് പല ടൈപ്പ് മുട്ടയുണ്ടല്ലോ, അതിൽ ഏതാ നമ്മൾ എടുത്തെന്നുള്ളത് ചൂസ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പേര് കൊടുക്കുക. പിന്നെ കാർഡ് കൊടുത്തു കഴിയുമ്പോഴത്തേനും അത് പേ ചെയ്യാൻ പറ്റും. അപ്പോൾ ആൻറ്റി വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്കിൾ കാറിൽ തന്നെ ഇരിക്കുക, ഇറങ്ങിയൊന്നും വന്നില്ല. രാവിലെ ഞങ്ങളുടെ കൂടെ അലഞ്ഞു തിരിയാൻ വന്നതല്ലേ. അപ്പോൾ അങ്കിൾ ഇറങ്ങി വന്നില്ല. ഞാനും പ്രശാന്തും കൂടെ ഇറങ്ങി വന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കും ഒരു കൗതുകം, ഒന്ന് വീഡിയോ എടുത്തേക്കാം. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവില്ലല്ലോ, അപ്പം എല്ലാവർക്കും കാണാമല്ലോ എന്ന് കരുതി. അങ്ങനെ ഞാൻ പേ ചെയ്തിറങ്ങാൻ നേരം അങ്കിൾ ഫോണും എടുത്തിട്ട് വന്നു. ആൻറ്റി വിളിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കോളിൽ. അപ്പോൾ ഞാൻ പിന്നെ ആൻറ്റിയെ മുട്ടയൊക്കെ കാണിച്ചു കൊടുത്തു. ഈ കളറാ നല്ലതാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയായിരുന്നു. ഇനിയിപ്പോൾ വീട്ടിൽ ചെല്ലണം. വീട്ടിൽ ചെന്നിട്ട് അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നല്ലേ വീഡിയോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർക്കും നല്ല യാത്രകളും ഡ്രസ്സ് ചെയ്തൊക്കെ പോകുന്ന വീഡിയോ ആയിരുന്നു. അടുത്ത വീഡിയോയിൽ ഇനി ഇതൊന്നും ആയിരിക്കില്ല കേട്ടോ. തൂപ്പും വാരും തുടയ്ക്കലും പറക്കി എറിയലും പറക്കിക്കളയലും ഒക്കെ ആയിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. Stay tuned for my next video. Thanks for watching. Bye bye.